പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയ ദൈവമക്കളെ, നാം ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, നാം ഏത് പ്രതികൂല സാഹചര്യത്തിലായിരുന്നാലും, ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലായിരുന്നാലും, നമ്മെ ശക്തീകരിക്കുവാൻ അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായ ആ ദൈവം നമുക്ക് വേണ്ടിയും ഇറങ്ങി വരും, നമ്മയും ശക്തീകരിക്കും, നമ്മയും സഹായിക്കും, നമ്മയും ജയത്തോടെ നടത്തും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ദൂതനിറങ്ങി യേശുവിനെ ശക്തീകരിച്ചു. അത് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. സ്തോത്രം. യേശു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവസാനമായി യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷനായി യേശുവിനെ ശക്തീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 43-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. Luke chapter 22 verse 43. An angel from heaven appeared to him and strengthened him. Praise the Lord. ഈ നാളുകളിൽ ഇവിടെ യേശു അതിൻ്റെ 3 വചനങ്ങൾ മുതൽ നാം വായിക്കുമ്പോൾ, 41-ാം വചനം മുതൽ വായിക്കുമ്പോൾ, യേശു അവരെ വിട്ട് കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ഒറ്റയ്ക്കുള്ള പേഴ്സണൽ പ്രയറിൻ്റെ പ്രാധാന്യത നമുക്കിവിടെ കാണുവാൻ കഴിയും. യേശുവിനോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. മറ്റ് ശിഷ്യന്മാർ കുറച്ച് അകലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും യേശു അവരെ വിട്ട് കല്ലേറു ദൂരം വാങ്ങിപ്പോയി ഒറ്റയ്ക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ പേഴ്സണൽ പ്രയർ ലൈഫിൽ നാം അധികമായി മുന്നേറുമെങ്കിൽ നിശ്ചയമായി സ്തോത്രം, ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയും സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. 42-ാം വചനത്തിൽ വായിക്കുന്നു, യേശുവിൻ്റെ പ്രാർത്ഥനാ ശൈലി വ്യത്യസ്തമായിരുന്നു. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്നൊരു സമർപ്പണത്തോടെ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പേഴ്സണൽ പ്രയറിലും നമ്മുടെ ഇഷ്ടം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല. ദൈവമേ, ഓരോ വിഷയങ്ങളിലും, ഓരോ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും, അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം തന്നെ വെളിപ്പെടട്ടെ, അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്നൊരു സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അസാധാരണമായ ദൈവിക സാന്നിധ്യവും ദൈവ പ്രവൃത്തികളും നമുക്ക് അനുഭവിക്കുവാനും ഇടയായിത്തീരും. 43-ാം വചനത്തിൽ വായിക്കുന്നു, അങ്ങനെ യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷനായി. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഈ നാളുകളിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൂതൻ്റെ സാന്നിധ്യം നിശ്ചയമായി അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് കഴിഞ്ഞ് അടുത്ത വചനത്തിൽ തന്നെ വായിക്കുന്നു, പിന്നെ അവൻ പ്രാണവേദനയിലായി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാണവേദനയിലാകുമ്പോൾ ദൈവത്തിന് മുന്നമേ അറിയാം. അതിന് തൊട്ട് മുൻപായി തന്നെ ദൂതനിറങ്ങി ശക്തീകരിച്ചു. പ്രാണവേദനയിലായെങ്കിലും അവിടെയും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നാളുകൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. നാളുകൾ പ്രാർത്ഥനയിൽ മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 46-ാം വചനത്തിൽ യേശു ശിഷ്യന്മാരോട് വീണ്ടും പറയുന്നു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ യേശു കർത്താവ് നമ്മോടും പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 49-ാം വചനം നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ
മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. ലൂക്ക് ചാപ്റ്റർ 24:49 ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ വ്യക്തമായി നാം വായിക്കുന്നു. ഐ എം ഗോയിങ് ടു സെൻഡ് യു വാട്ട് മൈ ഫാദർ ഹാസ് പ്രോമിസ്ഡ്, ബട്ട് സ്റ്റേ ഇൻ ദ സിറ്റി until you have been clothed with power from high. Amen. സ്റ്റേ ഇൻ ദ സിറ്റി. അതായത് ഇപ്പോൾ നാം ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം വെയിറ്റ് ചെയ്യുക, ദൈവസ്ഥലത്തിൽ നാം വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. യേശു സ്വന്തം ഒറ്റയ്ക്ക് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു ശക്തി പ്രാപിച്ചതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, യു സ്റ്റേ ഇൻ ദ സിറ്റി until you have been clothed with power. ശക്തി ധരിക്കുവോളം. ഒരു വസ്ത്രം നാം ധരിക്കുമ്പോൾ അതങ്ങനെ നമ്മുടെ ശരീരത്തെ മൂടി മറച്ചിരിക്കുന്നുവോ, കവർ ചെയ്തിരിക്കുന്നുവോ, അതുപോലെ ശക്തിയെ നാം ധരിക്കണം. യു ഹാവ് ബീൻ ക്ലോത്ത് വിത്ത് പവർ ഫ്രം ഓൺ ഹൈ. ഉയരത്തിൽ നിന്നുള്ള ശക്തി. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനപ്രകാരം കർത്താവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിച്ച ജയത്തോടെ നടത്തുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തോടുള്ള ബന്ധത്തിലും ആത്മശക്തിയോടെ മുന്നേറുവാൻ ഈ ഭൂമിയിലും നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, അതുപോലെ എല്ലാറ്റിനേക്കാളും ഉപരി സ്വർഗരാജ്യത്തിൽ ഉള്ള പ്രവേശനം നമുക്ക് ധാരാളമായി ലഭിക്കുവാൻ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ദൈവശക്തിയോടെ ആത്മശക്തിയോടെ മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, യേശുവേ, ഈ നാളുകളിൽ കർത്താവ് പേഴ്സണൽ പ്രയർ ലൈഫിൽ അധികമായി വളരുവാൻ സ്വർഗത്തിലധികം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുപ്പ, അതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. സമർപ്പണത്തോടെ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ മേൽ കൃപ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന നാളുകൾ ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൂതൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി കർത്താവേ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് കർത്താവ് ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. May God bless you all.